ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും. അത് കേരയിൽ വരുമെന്ന് പറയുന്ന പോലെയല്ല, പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ സുരേഷ് ഗോപി. പക്ഷെ ഈ പ്രസ്താവന വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം കേരളത്തോട് സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ പറയണമായിരുന്നു, കേരയിൽ നേടിയെടുക്കുവാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞില്ല. അതിന് പകരം പറയുന്നു യൂണിഫോം സിവിൽ കോഡ് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന്. നടപ്പാക്കും, ഒരു സംശയവുമില്ല. BJP തുടർന്നും അധികാരത്തിൽ വന്നാൽ തീർച്ചയായും യൂണിഫോം സിവിൽ കോഡ് മാത്രമല്ല, ഇതുപോലെയുള്ള പല കാര്യങ്ങളും നടപ്പാക്കും. കാരണം യൂണിഫോം സിവിൽ കോഡ് ആത്യന്തികമായി ബാധിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ്. ഹൈന്ദവ സമുദായത്തെയോ ക്രൈസ്തവ സമുദായത്തെയോ അത് കാര്യമായി ബാധിക്കുന്നില്ല. തീർച്ചയായും യൂണിഫോം സിവിൽ കോഡിനെ തത്വത്തിൽ ഞാനും അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് മുസ്ലിം സമുദായത്തിലെ ചില വിവാഹേതര ബന്ധത്തെ പറ്റിയും സ്വത്ത് കൈമാറ്റത്തെ പറ്റിയും ഒക്കെ ഇപ്പോൾ നിലവിലുള്ള നിയമങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അവർ അംഗീകരിക്കുന്നില്ല. എന്റെ സംശയം അതല്ല. എന്നാൽ പിന്നെ ഇത്രയേറെ പരിഷ്കൃതമായി ചിന്തിക്കുന്ന BJPക്ക് ആ ശബരിമലയില് സ്ത്രീ പ്രവേശനം കൂടി അംഗീകരിച്ചുകൂടെ? അതെന്താ? അത് നടക്കുകയല്ല. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതാണ് കോടതി വിധി പോലും ഉള്ളതാണ്, നടപ്പാക്കണമെന്ന്. എന്നിട്ടും BJPക്കാരോ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ആ കോടതി വിധി പുറത്തു വരാത്തത്? അത് കോൾഡ് സ്റ്റോറേജ് വെച്ചു. ഇപ്പോ പല ജഡ്ജിമാരും കേന്ദ്ര ഗവൺമെന്റിന് ഇംഗിതം അറിഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. കാരണം അവരെ നിയമിച്ചത് കേന്ദ്ര ഗവൺമെന്റാ, ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പോലും. ഈ കൊളീജിയം എന്നൊക്കെ പറയുന്നത് ഒരു നാമമാത്രമാണ്. അതിന്റെ നിയമനങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായി ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ജഡ്ജിമാരും ഉണ്ട് സുപ്രീം കോടതിയിൽ. അതുകൊണ്ടാണ് ആ വിധി പുറത്തു വരാത്തത്. ഇനി BJP ഭരിക്കുന്നിടത്തോളം കാലം ആ വിധി പുറത്തു വരുമെന്നും കരുതാനും വയ്യ. ഈ ശബരിമല കാര്യത്തിൽ മാത്രമല്ല, ഗുരുവായൂരും മറ്റുമൊക്കെ കാണാമല്ലോ ബോർഡ്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അതെന്താ അങ്ങനെ ഒരു ബോർഡ്? അവിടെ എത്തുന്നവർക്ക് വിശ്വാസികളല്ലേ, വിശ്വാസമുള്ളവരല്ലേ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നത്. അങ്ങനെ വിശ്വാസികൾ വരുമ്പോ അവിടെ അഹിന്ദുക്കളെന്നോ ഹിന്ദുക്കളെന്നോ വേർതിരിക്കേണ്ട കാര്യമുണ്ടോ? പുരോഗമന ചിന്താഗതി നല്ലതാ. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിക്കൂടെ? എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അത് നടക്കുകയില്ല. അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു രക്ഷയില്ല. ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തൊടാൻ പറ്റത്തില്ല. അല്ലാത്ത പ്രശ്നമൊക്കെ ആയിക്കോട്ടെ ഞങ്ങൾ നടപ്പാക്കും, നടപ്പായിക്കൊണ്ടേയിരിക്കുന്നു. അത് താൻ കഥ